മിഥുൻ, ഇപ്പോൾ ഈ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഒക്ടോബർ 31-നാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, രാത്രി 9:35-ന്. പിന്നീട് ഇത് അതിനകത്ത് തന്നെ എതിരഭിപ്രായങ്ങൾ വന്നപ്പോൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:28-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്ക് അദ്ദേഹം പോകുന്നത്. ഈ ഫോണുകൾ ഫോൺ പരിശോധിക്കണം, ഫോൺ ഹാക്ക് ചെയ്തു എന്നൊരു പരാതിയാണല്ലോ ഇദ്ദേഹം പോലീസിൽ നൽകിയത്. അപ്പോൾ ഫോൺ കൊണ്ടുവരാൻ പോലീസ് പറയുന്നു. ഫോൺ കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ഐഫോൺ ആണ് അദ്ദേഹം ആദ്യം സമർപ്പിക്കുന്നത്. അതിനുശേഷം ഈ ഫോണിൽ ഒന്നുമില്ലല്ലോ, ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഫോൺ തരൂ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് 3 തവണ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത ഫോൺ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കള്ളത്തരം തെളിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് പ്രവർത്തിക്കണം, ശ്രീ മിഥുൻ വിജയകുമാർ? അതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഇന്റന്റ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നത് ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന കാര്യം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഇവിടെ വനിതാ ഉദ്യോഗസ്ഥ പരാതിപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തിനാണ് ഈ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഐ ഹാവ് ബീൻ ടോൾഡ് ടു ഡു സോ. ആരോ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോലീസ് മെറ്റാ പ്ലാറ്റ്ഫോംസുമായിട്ട് ഒരു വിശദീകരണം തേടിയപ്പോൾ അതിൽ മെറ്റാ പ്ലാറ്റ്ഫോംസ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് ആക്സസ് ചെയ്യപ്പെട്ടത് ഒരു സാംസങ് ഡിവൈസിലാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു IP അഡ്രസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു ഫോളോ അപ്പ് റിക്വസ്റ്റ് വാട്സാപ്പിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിലും പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കറന്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ വാട്സാപ്പിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും വാട്സാപ്പിന് അതിൽ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ റിമോട്ട് ആക്സസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു റിക്വസ്റ്റ് ഗൂഗിളിന് കൊടുത്തിരുന്നു. അതായത് ഒക്ടോബർ 31-ന് ഈ പറയുന്ന ദിവസം തന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റിമോട്ട് ആക്സസ് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു റിക്വസ്റ്റ് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൂഗിളിലേക്ക്. പക്ഷെ അവിടെയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗൂഗിളിനും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. റിമോട്ട് ആക്സസ് നടന്നിട്ടില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ആക്ച്വലി. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഇല്ല, നടന്നിട്ടില്ല, അതൊരു ഫാക്ട് ആണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് ഫാക്ടറി റീസെറ്റ് ആണ്. ഈ ഫാക്ടറി റീസെറ്റ് അദ്ദേഹം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് ഫാക്ടറി റീസെറ്റ് നടത്തിയെന്നാണ്. പക്ഷെ ഫാക്ടറി റീസെറ്റ് ആണ് ഇവിടെ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ചാർജ് മെമ്മോ എടുത്ത് നോക്കുകയാണെങ്കിൽ ചാർജ് മെമ്മോയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള റെഫറൻസസ്, പോലീസിനെ കബളിപ്പിക്കാൻ നോക്കിയ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഈ ഫാക്ടറി റീസെറ്റ് എന്തുകൊണ്ട് ചെയ്തു, പോലീസിനെ ഈ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഡിലേ, ഇതിനെക്കുറിച്ചുള്ള റെഫറൻസസ് ഒന്നും ചാർജ് മെമ്മോയിൽ വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്രയൊരു സോഫ്റ്റ് അപ്രോച്ച് അദ്ദേഹത്തിന് നേരെ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അല്ല ചാർജ് മെമ്മോയിലെ ഞാൻ പറഞ്ഞു പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച കാര്യം, ചാർജ് മെമ്മോയില് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച കാര്യത്തെ കുറിച്ച് വലിയ ഒരു സ്ട്രോങ് റെഫറൻസ് അല്ല, ഒരു സോഫ്റ്റ് റെഫറൻസ് ആണ് അതിലുള്ളത്. അപ്പം ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു എന്നതിനെ കുറിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ വളരെ ക്ലിയർ ആയിട്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, ഇതിനകത്തുള്ള ബ്യൂറോക്രസിക്ക് ഉള്ളിലുള്ള വലിയ താപ്പാനകൾ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതും അദ്ദേഹത്തിന്റെ കണക്ഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സിവിൽ സർവീസസിന്റെ സാങ്ക്ടിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പബ്ലിക് വെൽഫെയറിന്റെ ചുമതലയുള്ള ആളുകൾ ഇതുപോലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഡൈവേർഷണറി ടാക്ടിക്സ് ഒക്കെ നടത്തുകയും എന്നിട്ട് പോലീസിനെ കബളിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്നുള്ള ഒരു വലിയ ചോദ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിനകത്ത് തന്നെ ഇവർക്ക് പല ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു പവർ സെന്റർ ഉണ്ട്. ആ പവർ സെന്ററുമായി കേന്ദ്രീകരിച്ചാണ് ഈ പറഞ്ഞ പല ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റീസിൽ ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസറെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക ബ്യൂറോക്രാറ്റിക് സിസ്റ്റം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെ പൊളിച്ചെഴുതാം എന്ന് നോക്കണം. അല്ലാതെ ഈ ഒരു പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹം ചെയ്തൊരു കാര്യം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും, കൂടുതൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റും, അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അതല്ലേ ഉണ്ടാകുന്നത്?
തീർച്ചയായിട്ടും അതെ. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു റാഷണൽ ലീഗൽ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ പക്ഷെ ഇവിടെ കേരളത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു രീതിയിൽ എന്താ പറയുക, ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പം അതിന് ഒരു എക്സംപ്ലറി ആക്ഷൻ ആണ് ശരിക്കും വേണ്ടത്. കാരണം നാളെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ തയ്യാറാവരുത്. ഇതിൽ പക്ഷെ ഇവിടെ ഇതിൽ നമുക്ക് അഡീഷണൽ ചീഫ് നിലവിലുള്ള സെക്രട്ടറി ജയതിലക് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് എൻ പ്രശാന്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം. അതാണ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ടൊക്കെ പുറത്തു വന്നത്. അതാണല്ലോ ഈ സംഘർഷങ്ങളുടെ IAS പോരിന്റെ തുടക്കം. ആ പ്രതികരണം നടത്തുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ എൻ പ്രശാന്തിനെതിരെയും നടപടി വരുന്നു. അപ്പോൾ രണ്ടും സമീകരിക്കുകയാണ്. രണ്ട് ഉദ്യോഗസ്ഥരെയും തെറ്റ് ചെയ്തു, രണ്ടു പേർക്കും ഒരേപോലെ പിഴവ് പറ്റി, ഒരേപോലെ സസ്പെൻഷൻ, ഒരേപോലെ ചാർജ് മെമ്മോ എന്ന രൂപത്തിൽ കാണുന്നു. ഈ രണ്ടും ഒരേ തുല്യ രീതിയിൽ കാണാവുന്ന വിഷയങ്ങളാണോ മിഥുൻ? നോക്കൂ, പ്രശാന്തിനെ സംബന്ധിച്ച് അവിടെ നടന്ന പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ഗ്രീവൻസ് അഡ്രസലിന് വേണ്ടി ഉപയോഗിച്ച പ്ലാറ്റ്ഫോമാണ് അവിടെ പ്രശ്നമായി പോയത്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിനെയും ഈ പറയുന്ന ഗോപാലകൃഷ്ണനെയും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ പ്രശാന്ത് അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്ത രീതിയാണ് അവിടെ തെറ്റിപ്പോയത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇവിടെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ നേരിടുന്നതെങ്കിൽ ഗോപാലകൃഷ്ണൻ നേരിടുന്ന ആക്ഷൻ മറ്റൊരു രീതിയിലുള്ളതാണ്. അവിടെ ഒരു വർഗീയതയുടെ ആംഗിളിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് അതിന്റെ പേരിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ് ഗോപാലകൃഷ്ണൻ നേരിടുന്നത്. അപ്പൊ ഈ രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ശ്രീ പ്രശാന്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇവിടെ മാധ്യമങ്ങളും കുറച്ചുകൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. കാരണം പ്രശാന്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു പ്രത്യേക മാധ്യമത്തിൽ കോളംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ചും അദ്ദേഹത്തോട് ഒരു നേരം പോലും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പ്രശാന്തിന് നേരെ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് അതിലൊരു ഉദ്യോഗസ്ഥന് ഇൻവോൾവ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രശാന്തിന് നേരെ നടന്നത് യെസ്, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യേണ്ട ഒരു രീതി അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാറ്റ്ഫോംസ് വഴി, അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വഴി തന്നെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് അവിടെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പ്രശാന്തിന് നേരെ വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, പ്രശാന്ത് ഉന്നതിയുടെ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കുമ്പോൾ അവിടെ കുറെ ഡോക്യുമെന്റ്സ് മിസ്സായി എന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം എന്താ വെച്ചാൽ, മിനിസ്റ്റർ എല്ലാ രേഖകളും എന്താ പറയുക എഴുതി ഒപ്പിട്ട് വാങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. പിന്നീട് അത് ജയതിലകിന്റെ ഓഫീസ് കൈപ്പറ്റിയെന്നും രേഖയുണ്ട്. അപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് പിന്നീട് മിസ്സായെങ്കിൽ അതിന് ഉത്തരവാദിത്വം പ്രശാന്തിനല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ എഴുതുമ്പം അതിൽ പ്രശാന്തിന് എപ്പോഴെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മിസ്സായിട്ടില്ല എന്നും അത് പ്രതികാര മനോഭാവത്തോടു കൂടി ചെയ്തതാണ് എന്നും പിന്നീട് തെളിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പുറത്തേക്ക് എത്തിച്ചു എന്നുള്ളിടത്താണ് പ്രശാന്ത് കുറ്റക്കാരനാകുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. നോക്കൂ, ഒരു വർഗീയ നിലപാടോടുകൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നൊരു വിഷയം, മേലുദ്യോഗസ്ഥരെതിരെ പരസ്യമായി പ്രതികരിക്കുക എന്ന മറ്റൊരു വിഷയം, രണ്ടും തുല്യ രീതിയിൽ കാണാവുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം മിഥുൻ. അല്ല, തീർച്ചയായും കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. കാരണം പ്രശാന്ത് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രശാന്ത് ചെയ്യുന്നതിനെയും ഗോപാലകൃഷ്ണൻ ചെയ്തതിനെയും നമുക്ക് ഒരിക്കലും ഒരേ ത്രാസിൽ അളക്കാൻ പറ്റില്ല. കാരണം ഗോപാലകൃഷ്ണൻ ഇവിടെ വർഗീയതയുടെ ആംഗിളിലുള്ള ഒരു കാര്യം ചെയ്യാൻ നോക്കുന്നു. പ്രശാന്ത് അവിടെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാറ്റ്ഫോംസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ശ്രമിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ ഇതിന് രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.